ഇന്ന് എൻ്റെയും ദീപുവിൻ്റെയും 10ാമത്തെ എൻഗേജ്മെൻ്റ് ആനിവേഴ്സറിയാണ്. ദീപുവിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. സാമ്പാർ, പപ്പടം, മീൻ വറുത്തത്. ഇത്രയും ചെറിയ ആഗ്രഹങ്ങളുള്ള ഒരു ഭാര്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം എന്താണുള്ളത്? എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വിത്തറും ഉണ്ടാ. പപ്പടം കൂട്ടി ചോറിനല്ലേ? എന്താ അപ്പം നോക്കിയേ, ഇതുപോലെ അങ്ങോട്ട് പിടിക്കും. എന്തോരം കടലല്ലേ പൂപ്പ. രണ്ടാളെ പിണങ്ങിയില്ലേ ദീപ? അമ്മോട് വല്ല പിണക്കണ്ട? ഇവിടെ എന്തായാലും മുഖത്തൊരു വിഷാദം. എന്നാലും നിങ്ങളെന്നിട്ടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു നിന്നേക്കാൾ സ്നേഹം നിന്നോട്. അത് ശരി. അപ്പോൾ ദീപുവിന് നിങ്ങളോട് സ്നേഹത്തിരി കുറവാന്ന്. അമ്മ ഒരു തമാശ പറഞ്ഞല്ലേ ദീപാങ്കുരോ? വേഗം രണ്ടാൾ കോംപ്രമൈസ് ആവും. അമ്മാൺ സോറി പറഞ്ഞാൽ മതി. അമ്മ ഒരു സോറി പറഞ്ഞാൽ പ്രശ്നം തീർന്നു. സോറി. ഇത്ര ഉള്ള കാര്യല്ലേ? അപ്പം ഇന്നെന്താ പ്രത്യേകത എന്നുള്ളത്? അമ്മ ആനിവേഴ്സറി. അപ്പം അമ്മ കുക്കിങ്ങിൽ ആണ്. പിന്നെ എന്തൊക്കെ ദീപുവിന് ലഞ്ചിന് വേണ്ടതെന്ന് പറയും. സാമ്പാർ, സാമ്പാർ ഇപ്പോൾ ഓൾറെഡി വെക്കുന്നുണ്ട്. പപ്പടം വാങ്ങിണ്ട ഇല്ലല്ലേ? അപ്പം പപ്പടം വാങ്ങാം. പിന്നെ മീൻ വറുത്തത്. മീൻ വറുത്തതെന്ന് പറയുമ്പോൾ ചെമ്മീനല്ലെങ്കിൽ അയില വറുത്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു തരും അമ്മ. പതിവ് പോലെ സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾ പ്രിപ്പയർ വൈമാളിലെ ലുലു എക്സ്പ്രസ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടുതൽ കറങ്ങാനൊന്നും നിൽക്കണില്ല. എത്രയും പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങുക, തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഇതാണ് പ്ലാൻ. ഇവിടെ ഫ്രഷായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷൊക്കെ കിട്ടും. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു 3 ബോക്സ് ചെമ്മീൻ എടുത്തു. ഇത് മീഡിയ, ഇത് ചെറുത്, കുറച്ചുകൂടെ വലുപ്പം മേടിക്കല്ലേ. ആനിവേഴ്സറി ആയിട്ട് ദീപുവിന് എന്തെങ്കിലും ഒരു സ്വീറ്റ് വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് 1-2 പേസ്ട്രി വാങ്ങാനായിട്ട് ഞങ്ങൾ ബേക്കറി സെക്ഷനിലേക്ക് പോയി. ഒരു ബട്ടർ സ്കോച്ചും ഒരു സ്ട്രോബെറി മേടിക്കാം. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പുതിയൊരു ഐറ്റം കണ്ടത്. പഞ്ചാബി ചംചം. പേസ്ട്രി പോലെ തന്നെ അതും 2-3 ഫ്ലേവറിൽ വരുന്നുണ്ട്. ഞങ്ങൾ റോസാണ് വാങ്ങിയത്. എത്ര പീസുണ്ട് ഇപ്പോൾ? 4 പീസ് ഉണ്ടല്ലേ? 4 പീസിന് 63 രൂപ. ഇറങ്ങണതിന് മുമ്പ് ലുലു എക്സ്പ്രസ്സിലെ ഷംന ചേച്ചിയോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പണ്ട് കൊച്ചിയിൽ ലുലുമാളിൽ വർക്ക് ചെയ്യുമ്പോഴേ കുറേ നാൾ ഷംന ചേച്ചിയുടെ കാറിൽ ഫ്രീ ലിഫ്റ്റ് അടിച്ച് പോകുന്നുണ്ട്. അതൊക്കെ ഒരു കാലം. എന്തായാലും ലുലുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു. ഇനി അനിയത്തിയുടെ ഉണ്ണി പുപ്പൂനൊന്ന് കൂട്ടാൻ പോണം. എന്തായാലും കറികളൊക്കെ ആയിട്ട് പോയാൽ മതി എന്നാണ് വിചാരിക്കണേ. എന്താണെന്ന് വെച്ചാൽ പുപ്പു വന്നാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ലേ. അമ്മ റെഡി ആയിരിക്കണല്ലേ? ഞങ്ങളൊരു കാരണമാവും അല്ലേ? സമയം കുറച്ച് വൈകിപ്പോയി. അമ്മ എന്തെങ്കിലും കഴിച്ചാ? ഞാൻ ഒരു കൊള്ളി എടുത്തിട്ട് അത് ശരി. പപ്പടം വറക്കണം. പിന്നെ സാമ്പാർ ആയാ? ഏകദേശം ആയാ? സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട്. നീ താളിക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. സാമ്പാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് എനിക്ക് കഴിച്ചമ്മ. അങ്ങനെ പ്രശ്നം തോന്നില്ല. എരിവ് കുറവൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ ചെമ്മീനിൽ എരിവുണ്ടല്ലോ, അതിൽ എരിവുണ്ടല്ലോ. കുറച്ച് കൂടുതൽ കുറയരുത്. സമൃദ്ധമായിട്ട് ദീപ കഴിക്കണം അല്ല ദീപ?
ഓ എന്തോരം ചെമ്മീനെ നോക്കിയേ അല്ലേ ദീപോ? എന്തായാലും നിന്റെ മനസ്സും വയറൊക്കെ അങ്ങോട്ട് നിറയട്ടെ അല്ലേ? അപ്പം അങ്ങനെ പപ്പടം വറുത്ത് കഴിഞ്ഞു, സാമ്പാറായി, പപ്പടമായി. ഇനി ചെമ്മീനും കൂടി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഫുഡ് അടി തുടങ്ങാല്ലേ. പുപ്പൂനെ വിളിക്കണ്ടേ? അമ്മ ഞങ്ങൾ പുപ്പൂനെ വിളിച്ചിട്ട് പറ്റേ? അപ്പോൾ ഈ ചെമ്മീനാകുമ്പോഴേക്കേ പുപ്പൂനെ വിളിച്ചിട്ട് വരാം. ഓക്കെ. പുപ്പു വന്നു കേട്ടാ. നമുക്ക് ഓട്ടോച്ചേ പോവാ. ഓട്ടോച്ചേല് മാമൻ്റെ ഓട്ടോച്ച് വിളിക്കാം. അമ്മാമ്മ ഉണ്ടല്ലോ, നമുക്ക് 4 ആൾക്ക് ഓട്ടോച്ചേ പോവാ. പോരെ? അതെ, ഇന്ന് കേക്ക് ഉണ്ട് ഇവിടെ. കേക്ക് ഉണ്ട്. ഇപ്പൊ തരില്ല, ചോറുന്നാ തരുള്ളോ? ചോറിനോ? മീൻ വറുത്ത് പപ്പടം മതിയാ? മീൻ വേണ്ടേ? ഒരു ഒരു കഷ്ണം നോക്കിയാ. മീമി ഒന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉള്ള കണ്ടാ. എങ്ങനെയുണ്ട് ദീപ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എരിയുണ്ടാ ഉപ്പ? എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇത് കൂട്ടി ചോറിനോ? ആ എരിഞ്ഞു മൂപ്പർക്ക് എരിഞ്ഞാ അത് വലിച്ചെറിഞ്ഞടി. ആ അവിടെ കിടന്നു. അപ്പ ചോറിനട്ടെ, ചോറിന്നിട്ട് നമുക്ക് ബീച്ചിൽ പോവാ. ഓക്കെ. അപ്പൊ മോനെ അക്കിട്ടെന്ന് തരാ. ഇതിലക്കിട്ടുണ്ട് കേട്ടാ. കുറച്ചുള്ളൂ കേട്ടാ. അത് മതിയാ? ഇതിന്ന് സ്പൂൺ കൊണ്ടേ ഇതിന്ന് കോരി തിന്നോ. ഓക്കെ. കൈ കൊണ്ടല്ല, സ്പൂൺ തരാ. സ്പൂൺ. എങ്ങനെയുണ്ട്? മതി. ആ കുറച്ചും കൂടി ഒഴിച്ചോ. കഷ്ണമൊന്നുമില്ലേ? ഇതെന്തിട്ടോ കഷ്ണം? കൊള്ളിക്കിഴങ്ങ് സാമ്പാറല്ലേ? ഓക്കെ. ചെമ്മീന് ഞാൻ പറഞ്ഞില്ലേ, ഇത് 3 എണ്ണം വറുത്താലും കുറച്ചേ ഉണ്ടാവുള്ളൂ. മതി. ബാത്റൂമിലാണ് കുളിച്ചേ? മുറ്റത്താണോ കുളിച്ചത്? മുറ്റത്താണോ കുളിച്ചത്? അത് അമ്മാമ്മ മുറ്റത്ത് വിളിക്കാണ്ടിട്ട് കുട്ടിയെ. പപ്പടം കൂട്ടി ചോറിനല്ലേ? അത് അപ്പം കാണിച്ചുതരാം. ഇപ്പം കാണിച്ചുതരട്ടാ. ദീപ വരട്ടെ. ദീപുണ്ടല്ല, ചൂടുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കണ്ട, ചൂടുള്ളതായിട്ട് വരും ദീപു. ഇനി ഞങ്ങൾ ചോറ് തിന്നുണ്ടാ. പപ്പടം കൂട്ടിയിട്ട് ചോറിനെ ഞാൻ കാണട്ടെ. അങ്ങനെ ദീപുവിൻ്റെ പ്രിയപ്പെട്ട വിഭവങ്ങളായിട്ടുള്ള സാമ്പാർ, പപ്പടം, പിന്നെ മീൻ വറുത്തത്. ഒരു പപ്പടം കൂടി വേണം അല്ലേ? 1-2 തരാം. ഇപ്പം പാത്രം മുഴുവൻ നിനക്കല്ലേ? ദീപു ചെമ്മീൻ വിളമ്പുകയാണ് കൂട്ടുകാരെ. ഇഷ്ടവിഭവമായ ദീപുനെ പറയരുത് വീഡിയോയിൽ അല്ലേ? ദീപുവിനെ വീഡിയോയിൽ എടുക്കണ അതോ അപ്പനെ മാത്രം എടുത്താൽ മതിയാ? എന്താന്ന് പറയേ? ഏതെങ്കിലും ഒന്ന് പറയേ. എടുക്കാല്ലേ? അമ്മ വേമ്പാ. സാമ്പാർ എങ്ങനെയുണ്ട് നോക്കാം ആദ്യം. മോരും ഉണ്ടല്ലേ? ചെമ്മീൻ നോക്കിയിട്ട് ദീപോ, ചെമ്മീൻ എങ്ങനെ? സൂപ്പറായിട്ടാ. ഇനി ഞാൻ തിന്നട്ടെ പൂപ്പ? ഏത് മീനല്ലേ? അവന് വേണ്ട, അവന് എരിവ് പറ്റില്ല. ചോറിങ്ങനെ അപ്പം കുഴച്ച് കൊള്ളാം. അടിപൊളിയാണ്ട പൂപ്പ. രണ്ട് പപ്പടം പൊടിക്കുമ്പോഴേ നമ്മുടെ സെറ്റാവുള്ളൂ. സാമ്പാറും പപ്പടം മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റ് അറിയും.
അപ്പോഴാണ് സാധനം സെറ്റായത്. 2 പപ്പടം വേണം. ചോറ് തീർന്നു. കുറച്ച് ചോറിട്ടാ, 1 സ്പൂൺ മതിട്ടാ. അപ്പൊക്കേ മീമി കൂട്ടി കഴിക്കാൻ ഇത്തിരി ചോറ് വേണം. എടുത്ത പുപ്പ. ആ മതി മതി മതി. ഇനി വേണമെങ്കിൽ ഞാൻ വീണ്ടും മേടിക്കും. അയ്യോ പോവല്ലേ എന്നൊക്കെ. ഇനി അപ്പം എന്ത് ചെയ്യുന്നറിയോ, ഈ ചോറ് ഇങ്ങനെ ഇട്ടിട്ട് ഈ മീമി ഉണ്ടല്ലോ ഇതിങ്ങനെ മൊത്തമായിട്ട് എടുക്കും. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വിതറും. കണ്ട നീ ഇങ്ങനെ വിതറിയിട്ട് ഇതുപോലെ കുഴക്കലുണ്ട്. വലുതാകുമ്പോൾ ഇതുപോലെ കുഴച്ച് കഴിക്കണം കേട്ടോ. അപ്പം വലുതായെന്നാ. പിന്നെ അപ്പം വലുതാവാണ്ട. അപ്പം വലുതായില്ലേ? നീ വലുതായ മോൻ വലുതായ ചെറുതല്ലേ? എന്നാ സ്കൂളിൽ പോണ്? ഒരു ABCD ചൊല്ല അറിയോ? ABCD ചൊല്ലിയേ. ആ OP QR അതായത് STU ഇല്ലേ? ഒരു പപ്പടത്തിലേക്ക് വെച്ച മോളെ. അല്ലാതും കൂടി അതിലെ കറക്റ്റാവുള്ളേ. ഇവിടെ കണ്ടാ പുപ്പ ഇതേ എൻ്റെ അപ്പം നോക്കിയേ ഇതുപോലെ അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് നീ നോക്കട്ടാ, അപ്പം തിന്നെ നോക്കട്ടാ. ഒരു കുഞ്ഞു പിടി തട്ടാ. അപ്പം എരിയാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചാൽ മതി. നോക്കിയാ എന്നാ ഒരു കുഞ്ഞു പിടി വേണ്ട. ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ആക്കണ്ടേ? ഇന്നെന്താ സംഭവം എന്നറിയോ നിനക്ക്? കേക്ക് എടുത്ത് തരാ, ഹാപ്പി ബർത്ത്ഡേ ആക്കാം. ഓക്കെ, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? കയ്യൊന്ന് കഴിയട്ടെ. കഴിക്കട്ടെ സമാധാനായിട്ട്. തീർന്നു. അടിപൊളി മോര്, ഒരു രക്ഷയില്ലേട്ടാ. സൂപ്പർ മോരായിട്ടല്ലേ? നല്ല മോരാ. മോര് വേണോ ദീപു? മോര് കുടിച്ചോക്കിയാൽ സൂപ്പറായിട്ട് കേട്ടോ. ഇനി ഒരു പപ്പടം വെച്ചേ. സാമ്പാറും മോരും കൂട്ടി ഒരു പിടി വേണം. ഇത് സാമ്പാറാ? ഇന്നലെ കഴിച്ചില്ലേ ഈ സാമ്പാർ കൂട്ടിയിട്ട്? ഉപ്പ ചോദിക്കുന്നതിന് ഉത്തരം പറയും. ഏതൊക്കെ കഷ്ടം. അടിപൊളി മോരിട്ടോ. എടാ വീഡിയോ എടുത്തിട്ടാ. ഇത് ഐസ്ക്രീമൊക്കെ തീർത്തായി. ഒരു തരിപ്പില്ല. മോര് കുറച്ചുണ്ട്, ഇനി കുറച്ച് മോരിട്ടാ. അടിപൊളിയായി. ചോറും ചെമ്മീനും മോരും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു മിക്സിങ് ആയിരിക്കുമല്ലോ ദീപു. അത് എങ്ങനെയുണ്ട് ദീപുവിൻ്റെ മിക്സിങ്ങിനെ കുറിച്ച്? എന്താ പൂപ്പിൻ്റെ അഭിപ്രായം? നീ വീഡിയോ എടുക്ക, അങ്ങനെ പിടിക്കേ. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തടിച്ചില്ലേ? അമ്മയ്ക്ക് പിന്നെ മോരും സാമ്പാറും പപ്പടം അല്ലേ? നല്ല മോരായില്ല അമ്മ? അത്യാവശ്യം ചെമ്മീനിട്ടാ ബാക്കി രാത്രി അടിക്കത് അല്ലേ അമ്മ? നീ കൈ കഴുകോ? കൈ കഴുകിയ നീ? ആയി ശരി, കൈ കഴുകി. എവിടെ കഴുകണ? കേക്ക് കഴിച്ചിട്ട് കഴുകുള്ളോ? എന്നാ വാ കേക്ക് എടുക്കാൻ പോവാ. കേക്ക് എടുക്കാൻ പോവായോ? ഇതാണ് കേക്ക്. കണ്ട ഇതില് 2 കേക്ക് ഉണ്ട്. വായി വെച്ചരും. വിഴുങ്ങോ? ഇവിടെ കൊള്ള. ഹാപ്പി ബർത്ത്ഡേ പാടുക എന്നല്ല കേക്ക് തരല്ലോ.
എൻ്റെ മോൻ എത്ര ബർത്ത്ഡേ ഉണ്ട് കൊല്ലത്തിൽ? 2 3 4 എത്ര ഉണ്ട്? 5 എങ്ങനെയുണ്ട്? ഇനി വേറൊരു കേക്ക് അപ്പോൾ വെച്ചുതരാം. ക്രീമാണ് അവന് കൂടുതൽ താല്പര്യം. ഏതാ ഇഷ്ടമായത്? ഇതോ ഇഷ്ടമായത് മറ്റേത്? രണ്ടും ഇഷ്ടമായ? ഹാപ്പി ബർത്ത്ഡേ അല്ല ഹാപ്പി ആനിവേഴ്സറി ദീപു. പാടറ പൂപ്പ. ഹാപ്പി ബർത്ത്ഡേ ദീപു. എൻ്റെ കല്യാണം നടത്തി തന്ന അമ്മയ്ക്കും എന്നെ കല്യാണം കഴിച്ച ദീപുവിനും 2 പേർക്കും കുറച്ച് എനിക്ക്. താങ്ക് യു. എടാ, ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഞാൻ പറയണ ഈ കേക്ക് നിനക്ക് ക്ഷമണ്ട നിനക്ക് ഇല്ല. നിനക്ക് ആ സാധനം ഇല്ല. ദീപ പ്ലേറ്റ് വേണം. വേണ്ട, എത്ര പോരാ? അത് വേണോ? നദീന്നൊരു കുഞ്ഞു കഷ്ണം കൊടുക്കടി. വലുത് വേണ? അയ്യോ, എന്തോരം കേക്കല്ലേ പുപ്പുന്. മതി. ഇനി ദീപ അയച്ചോട്ടെ, പാവം. ഇനി കുറച്ച് നേരത്തേക്ക് നീ ശാന്തമായിട്ട് അവിടെ ഇരുന്നോളൂ അല്ലേ പുപ്പ? ആ ദീപുൻ്റെ അതേ പാരമ്പര്യത്തിലേക്കാണ് കുട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം ദീപുന് ഇനി കൊടുക്കോ? വളരെ വലിയ ഒരു കഷ്ണം കൂടി കുട്ടി വേണേ തരും കേട്ടാ. ഒരു നീ കൊടുക്കണ്ടേ അല്ലേ? മതി, അത്ര കഴിച്ചാൽ മതി. വളരെ വളരെ വലിയ കഷ്ണം ഉണ്ടാ നിനക്ക് തരാൻ പോണേ. ഇനി ചോദിക്കരുത് കേട്ടാ. പറഞ്ഞോ, ദീപിനോട് പറ. ഇനി ചോദിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി വ്ളോഗ് പുപ്പ് തൂക്കി എന്ന് പറയില്ലേ? കേക്കിൻ്റെ ഉള്ളിലേക്ക് നീ ഇറങ്ങി പോവാ, അതൊക്കെ കേക്ക് ഇങ്ങോട്ട് വരുമോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ. ഇതുണ്ടല്ല, ഇത് കേക്ക് പോലത്തെ വേറൊരു സാധനമാണ്. ചംചം. അതിൻ്റെ സിറപ്പൊന്ന് കുടിച്ചു നോക്കിയേ. ഏത് ഗുലാബ് ജാമുനാണോ അല്ലെങ്കിൽ രസഗുള മാതിരിയാണോ? രസഗുള അല്ലേ? എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഒരുത്തേക്ക് പ്രശ്നം കഴിച്ചു നോക്കിയമ്മ, എങ്ങനെയുണ്ട്? കലക്ക സാധനം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടോ? മിഠായി പോലെ. ഒരു കഷ്ണം കടിച്ചു നോക്ക് നീ. ഇതേ ഓടണമേ. ഡാ എടാ, ഇത് കേക്കണ്ട. പുതിയ കേക്ക് നോക്കി. കളറണ്ട മിഠായി കണ്ട. പഞ്ഞി മിഠായി ആണെങ്കിലേ ആ കേക്കും കൊണ്ട് ഓടിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ പൂപ്പു, ഹാപ്പി ബർത്ത്ഡേ പൂപ്പു. കഴിക്കടാ പൊന്നു പൂപ്പു, കഴിക്കടാ. അവനെന്താ ചെയ്യണമെന്നറിയോ? ആ ക്രീം മാത്രം തിന്നിട്ട് ബാക്കിയുള്ളതൊക്കെ കളയണവൻ. ഒരു കുഞ്ഞു കച്ചന. എങ്ങനെയുണ്ട്? എൻ്റെ ഇഷ്ടണ്ടാ? അടിപൊളി. നല്ല ഇഷ്ടമായി. രസഗുളൊക്കെ പോലെ അല്ലേ? ഇഷ്ടമായി. ഇനി വേണോ? ഇനി വേണ്ട അല്ലേ? മധുര മട്ടിയില്ലേ? കുറേ കേൾക്കുന്നു. ഹലോ സോറഞ്ചേട്ടൻ, എവിടെ? പുറത്താ? ഒന്ന് ബീച്ചിൽ പോകാനേ. ബീച്ചിൽ പോയിട്ട് ഒന്ന് വിട്ടാൽ മതി. എന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. പറ്റുമോ? ഇപ്പം തന്നെ പോരെ? ഞങ്ങൾ റെഡിയാണ്. ഒരു 10 മിനിറ്റ് ട്ടാ. ഓക്കെ. തുറക്ക്. അങ്ങനെ നല്ല കുട്ടി. ഇതാണ് നല്ല കുട്ടികൾ. ഉപ്പ് നല്ല കുട്ടിയാണല്ലേ? അപ്പോഴാണ് ഗേറ്റിൻ്റെ ഒരു ശബ്ദം ഉപ്പ് കേട്ടതേ. ശബ്ദമല്ലേ? ഒരു ശബ്ദമല്ലേ? നല്ല ശബ്ദമല്ലേ? കരയണതാണോ? ഗേറ്റ് കരയണതാ? സോരമാമൻ്റെ ഓട്ടോ വെച്ച് വന്ന് പൂപ്പ. ഹലോ, അപ്പം എടുക്കണ? അയ്യോ, എന്നാ മാമ എടുക്കും. കുട്ടിക്ക് ഒറ്റക്ക് പേടിയിട്ട്. സോരമാമ രാക്ഷസൻ്റെ പോലെയാണല്ലോ അല്ലേ? സോരമാമ രാക്ഷസനാ?
ഞങ്ങൾക്ക് സാമ്പാറായിരുന്നു. ഞങ്ങൾക്ക് സാമ്പാറും ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നേ ദീപേനെ ഞാനും എൻഗേജ്മെന്റ് ഇതിന്റെ 10ാമത്തെ വാർഷികമാണ്. ആ 10 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു ഇതിനെ കുറിച്ച് സ്വരം ചേട്ടൻ എന്താ പറയുള്ളത് അല്ലേ? ആ ഒരു 10 വർഷവും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണ്. എന്താ രസല്ലേ പൂപ്പ? ഏയ് പണിങ്ങിട്ടൊന്നുമില്ല. ഇല്ലില്ല. മിക്കവാറും എല്ലാ ദിവസവും ഞാനും അമ്മ ദീപും ബീച്ചിൽ പോകാറുണ്ട്. ഇടയ്ക്ക് പുപ്പൂനം കൂട്ടും. നല്ല തെളിഞ്ഞ ആകാശമൊക്കെയുള്ള ദിവസമാണെങ്കിലേ ഭയങ്കര രസമാണ്. കുറച്ച് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇരിക്കുക എന്ന് പറയണത്. അങ്ങനെ ഞങ്ങൾ സ്നേഹതീരം ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഓട്ടോന്ന് ഇറങ്ങിയതും പുപ്പു ഒരു കുതിരേനെ കണ്ടു. കുറേ നാളായി പറയണു കുതിരേനെ ഒന്ന് തുടർന്നേ. ഡാ എന്താണ് ഏതാ കുതിരനെ തൊട്ടോ പുപ്പൻ? ആള് ഭയങ്കര ഹാപ്പിയായി. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് സാധിച്ചു കൊടുത്തത്. ഇത് നിന്റെ കുതിര? അത് ശരി. ഇതെന്ത് സംഭവം? റൈഡിന് കൊടുക്കോ? എത്ര അതിന് റേറ്റ്? 50 രൂപ ഉള്ളോ? പക്ഷെ പഠിക്കണ്ട ഇപ്പൊ റൈഡ് ചെയ്യാൻ. അല്ല വേറെ ആൾക്കാർ കയറുമ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ വീഴില്ലേ? ഉണ്ടാവും അല്ലേ? ആ ശരി. 50 രൂപ. ശരി എന്നാ ഓക്കെ. തൊട്ടോ. ഹായ് ഓക്കെ. വേണം നിന്റെ നമ്പർ കൊടുക്കട്ടെ. വിളി വരും. അയ്യോ കുതിരനെ തൊട്ടൂലേ ഉപ്പ? ഇനി വേറെ കുതിര അവിടെയാണ്. അവിടെ എന്നാ ബീച്ചിൽ പോവാ. എവിടെ ബീച്ച്? അവിടെ എന്നാണ്ട് കിടക്കാം. ബാ അത് പോകുമ്പോൾ ഓടിക്കാം. ബീച്ചിൽ നല്ല വെയിലാണ്, കണ്ണിലേക്ക് അടിക്കണ വെയിൽ. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു ചായ കുടിച്ചിട്ട് വരാം, അപ്പോഴേക്കും ഈ വെയിലൊന്ന് താഴുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. അയ്യോ ലിക്കണ്ടല്ല പൂപ്പ. ഇതോടെ വച്ചാലേ ഇതിൽ വീടുള്ളൂ കേട്ടാ. കഴിച്ചോ. ഓ എന്താണ്ട് ഒരു ശ്രദ്ധ. ദീപന്റെ പെപ്സി കാര്യമായിരിക്കാണ് സുഹൃത്തുക്കളെ. പകുതി ആരാ കുടിച്ചത്? സ്നേഹതീരത്തിൻ്റെ തെക്കേ മൂലയ്ക്ക് ഒരു ബെഞ്ചുണ്ട്. അതാണ് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട്. ഇന്നെന്തായാലും മഴയൊന്നുമില്ലാണ്ട് നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷം തന്നെ കിട്ടി. ഉച്ചക്കലത്തെ നല്ലൊരു സിമ്പിൾ ലഞ്ചും പുപ്പും ബീച്ചും എല്ലാം കൂടി ഇന്നത്തെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ദിവസം വളരെ മനോഹരാക്കി. അമ്മാമോട് വിട്ടിരിക്കാൻ കുട്ടി. എന്തോരം കടലല്ലേ പുപ്പ. പോവാ അമ്മാ.